ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദ ഷാഡോ 33 ഭാഗം. രചന ആമിക, അവതരണം ബിൻസു ഷിജി. എനിക്കൊന്നും കേൾക്കണ്ട, എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കണം. റാമിൻ്റെ ശബ്ദം മുറിയിൽ മുഴങ്ങി. അവൻ്റെ കണ്ണുകളിൽ കനത്ത നിരാശയും ദേഷ്യവും അണപൊട്ടിയിരുന്നു. അയാളുടെ അലർച്ച കേട്ടതും വർഷ വല്ലാതെ ഭയന്നുപോയി. നെഞ്ചിൽ കൈവച്ച് വിറയ്ക്കുന്ന കാലുകളുമായി അവൾ അങ്ങോട്ട് ഓടി വന്നു. റാം, എന്താ എന്താ സംഭവിച്ചത്? നീ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നത്? അവളുടെ ചോദ്യം കേട്ടതും റാം പെട്ടെന്ന് നിയന്ത്രിച്ചു. താൻ കേട്ട ആ ഞെട്ടിക്കുന്ന വാർത്ത അവളുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ അവന് സാധിക്കില്ലായിരുന്നു. വർഷ പെതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഈ സത്യം അറിഞ്ഞാൽ അവൾ വീണ്ടും ആ ഇരുണ്ട കാലത്തേക്ക് തനിയെ വീണു പോകുമെന്ന് റാം ഭയന്നു. അവൻ ദേഷ്യം ഒതുക്കി മുഖത്തൊരു കൃത്രിമ ഗൗരവം വരുത്തിക്കൊണ്ട് പറഞ്ഞു, അത് വളരെ ഇമ്പോർട്ടൻ്റായ ഒരു കേസിൻ്റെ കാര്യമാണ്. ഒരു കൊടും കുറ്റവാളി രക്ഷപ്പെട്ടിരിക്കുന്നു. അവനെ ഉടനെ കണ്ടുപിടിക്കണം. എനിക്ക് അത്യാവശ്യമായി പോയേ പറ്റൂ. വർഷയുടെ മുഖത്തെ ആ ഭയവും നിഷ്കളങ്കമായ ആകാംക്ഷയും റാമിനെ വല്ലാതെ വേദനിപ്പിച്ചു. താൻ മറച്ചു വയ്ക്കുന്ന സത്യം തങ്ങൾക്ക് ചുറ്റും പുകയുന്നൊരു അഗ്നിപർവ്വതമാണെന്ന് അവൾ അറിയുന്നില്ല. തൻ്റെ ഉള്ളിലെ സകല വിതുമ്പലുകളെയും കടിച്ചമർത്തി മുഖത്തൊരു കള്ളച്ചിരി വരുത്താൻ അവൻ പാടുപെട്ടു. അപ്പോൾ നമ്മുടെ പ്ലാനൊക്കെ മാറിയില്ലേ? എനിക്കതിൽ വിഷമമൊന്നുമില്ല കേട്ടോ. നിന്റെ തിരക്കുകൾ എനിക്കറിയാമല്ലോ. നിന്റെ ഈ സ്നേഹം അതെന്നും എന്നോടൊപ്പം ഉണ്ടെങ്കിൽ മാത്രം മതി. തന്നോട് ചേർന്ന് നിന്ന് അവളത് പറയുമ്പോൾ റാമിൻ്റെ ഉള്ളം തകർന്നു പോയി. അവളുടെ വാക്കുകളിലെ ആ സ്നേഹം അവൻ്റെ കുറ്റബോധത്തെ കൂടുതൽ ആളിക്കത്തിച്ചു. അതേ റാം. വാതിലിനടുത്തെത്തിയപ്പോൾ അവൾ വീണ്ടും പറഞ്ഞു, പോകുന്ന വഴിക്ക് കൊച്ചിൻ്റെ കാര്യം കൂടി ഒന്ന് അന്വേഷിക്കണം കേട്ടോ. അവൾ ഇതുവരെ വിളിച്ചിട്ടില്ല. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല, എങ്കിലും എന്തോ വല്ലാത്തൊരു ഭയം പോലെ. പുറത്തേക്ക് പായുമ്പോൾ വർഷയുടെ ആ അവസാന വാചകം റാമിൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. വാഹനത്തിലേക്ക് കയറിയിരുന്നു കൊണ്ട് അയാൾ സബോർഡിനേറ്റിനെ ഡയൽ ചെയ്തു. എടോ, താനൊക്കെ അവിടെ എന്തെടുക്കുകയായിരുന്നു? അവളെ സൂക്ഷിക്കണമെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞതാ. ഒരുപാട് ശത്രുക്കളുള്ള പെൺകുട്ടി അവൾ. എന്നിട്ടും താനൊക്കെ എങ്ങനെ ഇത്ര അശ്രദ്ധനായി? റാമിൻ്റെ ശബ്ദം രോഷം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. മറുതലക്കൽ നിന്നുയർന്ന മൗനം അവൻ്റെ ദേഷ്യം ഇരട്ടിപ്പിച്ചു. ഇനിയിപ്പോൾ ഞാൻ എവിടെ പോയിട്ട് അവളെ അന്വേഷിക്കേണ്ടത്? ഇന്നലെ രാത്രി കിടക്കുന്നതിന് മുൻപ് വരെ ഞാൻ നിന്നെ വിളിച്ചതല്ലേ? അപ്പോഴും താൻ പറഞ്ഞതല്ലേ അവൾ സുരക്ഷിതയായി നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളത്? എന്നിട്ടും എവിടെയാടോ തെറ്റുപറ്റിപ്പോയത്? ഉത്തരം പറയാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന മറുതലക്കിലെ ആളുടെ നിസ്സഹായാവസ്ഥ റാമിന് മനസ്സിലാക്കാമായിരുന്നു. അവൻ്റെ ഓരോ നിശ്വാസവും ആ ഭീതിയുടെ ആഴം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. റാം ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് കടുപ്പത്തിൽ പറഞ്ഞു, അതൊക്കെ പോട്ടെ, നീ കറക്റ്റ് ലൊക്കേഷൻ സെൻഡ് ചെയ്യ്, ഞാൻ അങ്ങോട്ട് വരികയാണ്. ഫോൺ കട്ട് ചെയ്ത് വണ്ടി വെട്ടിത്തിരിക്കുമ്പോൾ റാമിൻ്റെ ഉള്ളിലെ അഗ്നി ആളിക്കത്തുകയായിരുന്നു. ഡാഡി, ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? 2 മാസം മുൻപത്തെ ആ സായാഹ്നത്തിൽ നോവ ചോദിച്ച ആ ചോദ്യം ഇപ്പോഴും റാമിൻ്റെ കാതുകളിൽ അലയടിക്കുന്നുണ്ട്. അന്നത് ചോദിക്കുമ്പോൾ ആ കണ്ണുകളിൽ വലിയൊരു ആശങ്ക നിഴലിച്ചിരുന്നു. റാം അരികിലിരുന്ന വർഷയെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. മുഖത്തൊരു കള്ളച്ചിരി വിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ മോളെ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം? വി ആർ ഇൻ ലവ് ഓൾവേസ്. പക്ഷെ അപ്പോഴും വർഷയുടെ കണ്ണുകളിൽ ഒരു മങ്ങലുണ്ടായിരുന്നു. ആ മറുപടിയിൽ തൃപ്തിയാകാതെ നോവ വീണ്ടും പറഞ്ഞു, ഒന്നുമില്ല ഡാഡി, എനിക്കെന്തോ തെറ്റായി നടക്കുന്നതായി ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ വെറും തോന്നലാകാം. എനിവേ, എനിക്ക് നിങ്ങളെ രണ്ടാളെയും വേണം കേട്ടോ, അല്ലാതെ മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല. മകൾ നോവയുടെ ആ വാക്കുകൾ ഓർക്കുമ്പോൾ റാമിൻ്റെ നെഞ്ചിലൊരു ഭാരം അനുഭവപ്പെട്ടു. മമ്മിക്ക് സംഭവിച്ചതൊന്നും ആ പാവം മകൾക്ക് അറിയില്ലല്ലോ. ഒരുപക്ഷെ തങ്ങൾക്കിടയിലെ മഞ്ഞുരുകാൻ മകൾ തന്നെ ആസൂത്രണം ചെയ്തൊരു തന്ത്രമായിരിക്കുമോ ഇത്? നോവ അത്രമേൽ ബുദ്ധിമതിയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഏതറ്റം വരെയും സഞ്ചരിക്കാൻ അവൾക്ക് മടിയില്ല. ഒരുപക്ഷെ തന്നെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി അവൾ ഒളിച്ചോടിയതാകുമോ? അല്ലെങ്കിൽ ആരോടും പറയാതെ വർഷയുടെ ഡാഡിയുടെ അടുത്തേക്ക് വണ്ടി കയറിയതാണോ? സാധ്യതകൾ പലതാണ്. അതോർത്തപ്പോൾ റാമിൻ്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. എന്തു തന്നെ ആയാലും ആദ്യം വർഷയുടെ അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കാം. റാം വേഗത്തിൽ ഫോണിൽ ഒരു കനേഡിയൻ നമ്പർ ഡയൽ ചെയ്തു. കുറച്ച് റിങ്ങുകൾക്ക് ശേഷം മറുതലക്കൽ ഫോൺ ഉയർത്തപ്പെട്ടു. എന്താടാ ഇത്? ഉറങ്ങാനും സമ്മതിക്കില്ലേ? ഇവിടെ പാതിരാത്രിയാണ്. പല്ലൊക്കെ പോയെങ്കിലും ഞാനിപ്പോഴും പഴയൊരു വിദ്യാഭ്യാസ മന്ത്രിയാണെന്ന് മറക്കരുത്. ഫോൺ എടുത്ത പാടെ തമാശ രൂപേണയുള്ള ആ ചോദ്യം വന്നു.
ആ ശബ്ദം കേട്ടപ്പോൾ റാമിൻ്റെ ഭയം ഒന്ന് കുറഞ്ഞെങ്കിലും ആ നിമിഷം തമാശകൾക്ക് മറുപടി പറയാനുള്ള മാനസികാവസ്ഥയിൽ അവനായിരുന്നില്ല. അവൻ്റെ ഉള്ളിൽ ഉത്കണ്ഠയുടെ കരിനിഴൽ വീണു. ഡാഡി, നോവ അവൾ വല്ലതും പറഞ്ഞിരുന്നോ? റാം നേരെ കാര്യത്തിലേക്ക് കടന്നു. മറുതലക്കൽ നിശബ്ദത പടർന്നു. പിന്നൊരു വലിയ നെടുവീർപ്പോടെ അദ്ദേഹം പറഞ്ഞു, ഇല്ല റാം, പക്ഷെ ഇന്നലെ കാലത്ത് അവൾ എന്നെ വിളിച്ചിരുന്നു. ഒരുപാട് നേരം സംസാരിച്ചു. നിനക്കും വർഷയ്ക്കും ഇടയിൽ എന്തോ പ്രശ്നമുണ്ടെന്നും അത് മുത്തച്ഛൻ തന്നെ സോൾവ് ചെയ്യണമെന്നും അവൾ പറഞ്ഞു. ഞാൻ എന്തു പറയാനാ, എല്ലാം എനിക്കറിയാവുന്നതാണല്ലോ. അദ്ദേഹം തുടർന്നു. അവസാനം ഫോൺ വെക്കുമ്പോൾ പതിവില്ലാതെ എനിക്കൊരു ഉമ്മയൊക്കെ തന്നാണ് വെച്ചത്. എന്താടോ നമ്മുടെ ആ കാന്താരി വല്ല കുരുത്തക്കേട് ഒപ്പിച്ചോ? സ്നേഹനിധിയായ മുത്തശ്ശൻ്റെ ആകാംക്ഷ നിറഞ്ഞ ആ ചോദ്യം റാമിനെ കൂടുതൽ വേദനിപ്പിച്ചു. റാം തൊണ്ടയിലെ വിങ്ങൽ അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഡാഡി, അവൾ വീട് വിട്ടിട്ട് 2 ദിവസമായി. ഇന്നലെ രാത്രി വരെ അവൾ സുരക്ഷിതയായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ എനിക്കൊരു ഫോൺ കോൾ വന്നു. വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ റാം നിർത്തി. എന്ത് കോൾ? വിത്ത് നിന്റെ അല്ലേ, അപ്പോൾ കുരുത്തക്കേട് കൂടുകയുള്ളൂ. അദ്ദേഹം തമാശയായി പൊട്ടിച്ചിരിച്ചു. ഡാഡി, എനിക്ക് വല്ലാത്തൊരു ഭയം തോന്നുന്നു. എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നത് പോലെ. അവളുടെ സ്വഭാവം വെച്ച് അവൾ അവിടേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയെങ്കിലും എന്തെങ്കിലും സൂചനയുണ്ടോ എന്നറിയാൻ ചോദിച്ചതാ. റാമിൻ്റെ ശബ്ദത്തിലെ വിറയൽ അവന് ഒളിക്കാനായില്ല. ഹേയ്, നീ പേടിക്കണ്ട. ഇത്തവണ അവൾ ഇങ്ങോട്ട് വരാൻ യാതൊരു സാധ്യതയുമില്ലല്ലോ. അതിന് പാസ്പോർട്ട് വേണ്ടേ? അതെല്ലാം നിന്റെ കസ്റ്റഡിയിലല്ലേ ഇരിക്കുന്നത്? അദ്ദേഹം ചോദിച്ചു. ഇന്നലെ വിളിച്ചപ്പോൾ അവളും ആ കാര്യം പറഞ്ഞിരുന്നു. പാസ്പോർട്ട് കിട്ടിയാൽ വിദേശത്തേക്കൊരു യാത്ര പോകണം എന്നൊക്കെ. പിന്നെങ്ങനെ അവൾ വരുന്നത്? ആ നിമിഷമാണ് റാം അത് ഓർക്കുന്നത്. 1 വർഷം മുൻപാണ് ആ സംഭവം നടന്നത്. അന്ന് ആരോടും പറയാതെ രാഹുലിനൊപ്പം കാനഡയിലേക്ക് അവൾ നടത്തിയ ആ യാത്ര റാമിനെ വട്ടാക്കിയിരുന്നു. അന്നത്തെ തിരിച്ചുവരവിന് ശേഷം അവൾക്ക് വീണ്ടും അത്തരം സാഹസങ്ങൾക്ക് അവസരം കൊടുക്കരുതെന്ന് കരുതി പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ അവൻ പിടിച്ചു വച്ചിരിക്കുകയായിരുന്നു. ആ രേഖകൾ എവിടെയാണ് വെച്ചത്? റാം ഓർമ്മകൾ പരതി. കാറിൽ എവിടെയോ ആണല്ലോ അത് വെച്ചത്. റാം അസ്വസ്ഥതയോടെ വണ്ടി റോഡരികിലേക്ക് ചേർത്ത് നിർത്തി. പ്രധാനപ്പെട്ട രേഖകൾ സൂക്ഷിക്കുന്ന ചെറിയൊരു സ്യൂട്ട് കേസ് കോ ഡ്രൈവർ സീറ്റിനടിയിൽ വെക്കുന്ന പതിവുണ്ടവന്. ശ്വാസം അടക്കി പിടിച്ച് റാം വളരെ ശ്രദ്ധയോടെ ആ സ്യൂട്ട് കേസ് തുറന്നു. അവിടെ ആ രേഖകൾക്കിടയിൽ നോവയുടെ പാസ്പോർട്ട് സുരക്ഷിതമായി തന്നെ കിടന്നിരുന്നു. അപ്പോൾ പിന്നെ പാസ്പോർട്ട് ഇല്ലാതെ അവൾ എങ്ങനെയാണ് യാത്ര തിരിച്ചത്? ആ ചോദ്യം റാമിൻ്റെ ഉള്ളിൽ ഒരു ഉത്തരം കിട്ടാത്ത സമസ്യയായി അവശേഷിച്ചു. ഫോണിൽ അപ്പോഴും അമ്മായിയപ്പൻ്റെ ശബ്ദമുണ്ടായിരുന്നു. സമയം കളയാനില്ലാത്തതുകൊണ്ട് റാം പെട്ടെന്ന് പറഞ്ഞു, ഡാഡി, ഞാൻ പിന്നീട് വിളിക്കാം. പാസ്പോർട്ടിൻ്റെ കാര്യം ഞാനങ്ങ് മറന്നുപോയി. ഒത്തിരി വിശേഷങ്ങളുണ്ട്. എല്ലാം വലിയ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആദ്യം ഞാൻ അവളെ ഒന്ന് കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് വിളിക്കാം. മറുതലക്കിൽ നിന്ന് ആശ്വാസത്തിൻ്റെ ഒരു സ്വരം ഉയർന്നു. നീ പേടിക്കണ്ട റാം, നമ്മുടെ സന്താനം ഇടയ്ക്കിടെ മുങ്ങുന്ന പതിവുള്ളതാണല്ലോ. എവിടെയെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടാകും. എന്തായാലും അവളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ എന്നെ വിളിക്കണം. കിട്ടിയ 2 എണ്ണം കൊടുക്കുന്നുണ്ട് ഞാൻ അവൾക്ക്. ആ വാക്കുകൾ നൽകിയ ചെറിയൊരു ആശ്വാസത്തോടെ റാം ഫോൺ വെച്ചു. കോൺസ്റ്റബിൾ അയച്ചു തന്ന ലൊക്കേഷനിലേക്ക് റാം കാർ കുതിപ്പിച്ചു. സ്റ്റിയറിങ്ങിൽ മുറുകെ പിടിച്ചപ്പോൾ അവൻ്റെ വിരലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വഴിയിലെ കാഴ്ചകളൊന്നും അവൻ്റെ കണ്ണിൽ പെടുന്നില്ലായിരുന്നു. തൻ്റെ മകൾ എവിടെയാണ്? അവൾ പാസ്പോർട്ടില്ലാതെ പോയെങ്കിൽ അവൾ സത്യത്തിൽ എവിടേക്കാണ് പോകാൻ ശ്രമിക്കുന്നത്? ഈ ചോദ്യങ്ങളെല്ലാം അവൻ്റെ തലയിൽ ഒരു കൊടുങ്കാറ്റായി അലയടിച്ചുകൊണ്ടിരുന്നു. ലൊക്കേഷൻ അടുത്തു വരുംതോറും റാമിൻ്റെ ഹൃദയമിടിപ്പ് കൂടി വന്നു. എന്താണ് ആ സ്ഥലത്ത് തന്നെ കാത്തിരിക്കുന്നത്? ഒരുപക്ഷെ താൻ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത ഏതെങ്കിലും സത്യം അവിടെ ഉണ്ടാകുമോ? തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.